തൃക്കരിപ്പൂർ മണ്ഡലത്തിന്റെ ആദ്യത്തെ MLA 1977, പിന്നെ രണ്ടാമത് 1980 2 തവണ കരുണാകരനാണ്. ആ ഒരു അനുഭവം എങ്ങനെ ഓർമ്മിക്കുന്നു? അത് ശരിയാണ്. തൃക്കരിപ്പൂർ മണ്ഡലം വന്നതിന് ശേഷം, അതിനുമുമ്പ് നീലേശ്വരമാണല്ലോ, ആദ്യത്തെ പ്രാവശ്യം അന്ന് കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ല സ്ഥാനാർത്ഥിയായിട്ട് കണ്ണൂർ ജില്ലാ പാർട്ടി കമ്മിറ്റി തീരുമാനിച്ചതാണ്. അങ്ങനെ 77 ആദ്യത്തെ. യഥാർത്ഥത്തിൽ ഏറ്റവും അധികം ശക്തമായിട്ടുള്ള മനസ്സിലായിരുന്നു നടന്നത്. കാരണം ഇന്നിപ്പോ നമ്മോടൊപ്പം പാർട്ടികൾ തന്നെ അന്ന് ഉണ്ടായിരുന്നില്ല. അടിയന്തരാവസ്ഥ കഴിഞ്ഞ പാടുള്ള കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ജയിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം അവര് UDF അത്രയും ശക്തമായിരുന്നു അന്ന്. കാരണം മറ്റെല്ലാ സ്ഥലത്തും ജയിച്ചില്ല. ഇവിടെ ഈ പയ്യന്നൂര് ഇവിടെ മാത്രമാണല്ലോ പോസ്റ്റർക്ക് അടക്കം നമ്മൾ പോയതല്ലേ, പൊതുവെ അടക്കം പോയതാണ്. അപ്പൊ ഇവിടെ ജയിച്ചത് ആദ്യം തൃക്കരിപ്പൂരും പയ്യന്നൂരും മാത്രമാണ്. പയ്യന്നൂര് ക്ഷണയായിരുന്നു. അപ്പോ ആദ്യത്തെ MLA എന്ന നിലയിൽ പിന്നെ ആദ്യം കണ്ണൂർ ജില്ലയിൽ നിന്ന് മറ്റേ ഭാഗം ഉൾപ്പെടെയുള്ളതാണ്. കണ്ണൂർ പെരളം ഉൾപ്പെടെയുള്ളതാണ്. അന്ന് നമ്മുടെ CP ആയിരുന്നു, CP നാരായണനായിരുന്നു പിന്നെ സെക്രട്ടറി. പക്ഷെ അന്നത്തെ ഓഫീസ് എവിടെ അറിഞ്ഞ പയ്യന്നൂര്. കാരണം നമുക്ക് അന്ന് ഇത്രയേറെ യാത്രാ സൗകര്യം ഇല്ലല്ലോ. അപ്പോ ഒരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നീലേശ്വരം കറങ്ങിയിട്ട് പോകണം. ലേരിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതിലെ നീലേശ്വരം വന്നിട്ട് വേണം ലേരിയിലേക്ക് പോകാനും മറ്റു കാര്യങ്ങൾ. ആ നിലയിൽ അതൊരു ഏറ്റവും വലിയ ഒരു സമരം തന്നെയായിരുന്നു അന്ന്. അന്ന് നമ്മുടെ പ്രാസംഗന്മാരിൽ പ്രധാനപ്പെട്ട ആളായിരുന്നു മറ്റൊരു മുസ്തഫ, അഖിലേന്ത്യാ ലീഗ് മാത്രമേ നമ്മളൊന്നിച്ചുള്ളൂ, ഒരാരുമില്ല, CP ഉൾപ്പെടെ ഇല്ല. അപ്പോ അതൊരു വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഭാഗം തന്നെയാണ്. 80 കുറെ കൂടെ മാറ്റം വന്നു, മുന്നണി സംവിധാനത്തിൽ മാറ്റം വന്നു, മറ്റു കാര്യങ്ങളൊക്കെ ഇതായിട്ട് വന്നു. പക്ഷെ അപ്പോഴും നമ്മൾ കണ്ണൂർ ജില്ലയുടെ ഭാഗമായിട്ട് തന്നെയാണ് പിന്നെ വന്നിട്ടുള്ളത്. ആ മണ്ഡലത്തിലേക്കാണ് ഇപ്പോ എന്നോട് മത്സരിക്കാൻ വേണ്ടി പാർട്ടി നിർദ്ദേശിക്കുന്നത്. ഇപ്പൊ കരുണാകരന്റെ അനുഗ്രഹവും ആശീർവാദങ്ങളും തേടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം നേരത്തെ തന്നെ എല്ലാ ആൾക്കാരും അംഗീകരിച്ചതാണ് അല്ലേ. ഇപ്പോ പാർട്ടി തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ മണ്ഡലത്തിലെ വോട്ടർമാരും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്തഫയായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളത് അംഗീകരിച്ചു കഴിഞ്ഞതാണ്. വ്യക്തിപരമായിട്ട് എന്നോട് പല ആൾക്കാരും ചോദിക്കുമ്പോൾ പിന്നെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല, ഇതായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ളത് പറഞ്ഞതാണ്. അപ്പൊ മുസ്തഫയെ സംബന്ധിച്ച് ചെറുപ്പക്കാരൻ എന്ന നിലയിൽ നല്ല വിദ്യാഭ്യാസമുണ്ട്, ഡോക്ടറേറ്റ് എടുത്തതാണ്, 4-5 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് പ്രധാനമായിട്ടും. അതേപോലെ തന്നെ ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആളുകൾക്കൊരു ജോലി എന്ന നിലയിൽ പ്രയാസമുള്ള കാര്യമല്ല. അപ്പൊ ജോലിക്ക് പോകാൻ പാടില്ല എന്നുള്ളത് നമ്മൾ തന്നെയാണ് പറഞ്ഞത്. പാർട്ടിയുടെ ഫുൾ ടൈമറായിട്ട് ഉണ്ടാവണം എന്നുള്ളത്, സിൻഡിക്കേറ്റ് മെമ്പറായി, അതുപോലെ തന്നെ പിന്നെ മിനിസ്റ്ററുടെ പേഴ്സണൽ സ്റ്റാഫിനുണ്ടായി. അപ്പോൾ എല്ലാം ഈ ചെറുപ്പത്തിൽ തന്നെ യഥാർത്ഥത്തിൽ വേണ്ടത്ര പരിചയവും അതേപോലെ തന്നെ കഴിവും തെളിയിച്ച ഒരാളാണ്. അതുകൊണ്ട് മുസ്തഫ ആവുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് ജനങ്ങൾ അംഗീകരിക്കുന്നതാണ്. വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ കഴിയുമെന്നുള്ള യാതൊരു സംശയം.